അപ്പൊ ഇങ്ങനെ ഒന്ന് മയത്തി ചവിട്ടി ഫസ്റ്റിലോട്ട് അങ്ങിട്ട് ഈ ആക്സിൽ കൊടുത്ത ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും. ഉറങ്ങുന്നാ നീരുന്ന്? അയ്യോ ഞാൻ വല്ല പണിക്ക് ഞാൻ പോവാ. നീ ആക്സിലറേറ്റർ ചവിട്ടി ക്ലച്ച് വിട്ടിട്ട് എന്നിട്ട് ക്ലച്ച് വിട്ടിട്ട് മാങ്ങ പോയി പറിച്ചോണ്ട് വരണം. എടാ സോറി ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യനെ. എടാ ഗിയർ ഇട്ട് ഗിയർ അങ്ങോട്ട് കൊണ്ടിടാൻ ചക്കരയല്ലേ ഒന്ന് പറഞ്ഞോ. ആ മയത്തെ ചവിട്ടി ഫസ്റ്റിലേക്ക് ഇടുക. ആക്സിൽ മയ കൊടുത്താൽ ഈ വണ്ടി ഇറങ്ങി തുടങ്ങും. എടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ രണ്ട് സംഭവം ചെയ്യുമ്പോഴേ താഴോട്ട് നോക്കണ്ടേ? താഴോട്ട് നോക്കിയാൽ നീ അപ്പൊ തന്നെ മകളോട്ടങ്ങ് പോക്കോളാം. വണ്ടി എല്ലായിടത്തും ഇടിച്ചാൽ കയറും. അല്ല പെണ്ണ്. അയ്യോ എന്നാലും പിന്നെ ഞാൻ പഠിക്കുന്നു. എന്റെ പൊന്നെ, ഇപ്പൊ ഇങ്ങനത്തെ വണ്ടിയൊന്നും ആരും ഓടിക്കുമല്ലേ? ഇപ്പൊ നിനക്ക് കിട്ടുന്ന വേറെ ആയിരിക്കും. ഇത് ചുമ്മാ ഇതിലൊന്ന് പഠിച്ചാൽ പിന്നെ ബേസ് കിട്ടും. പിന്നെ എങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കാം. പഠിപ്പിക്കും ഇങ്ങനെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുന്ന കൂടെ മൂഡ് പോകത്തില്ലേ? സഞ്ജു കൂടെ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇടുക, പയ്യെ കൊടുക്കുക, വണ്ടി ഇറങ്ങി തുടങ്ങും. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കണ്ടല്ലേ ഏജി? നീ ഇങ്ങോട്ട് വന്നേ. ഇത് എന്തോന്ന് ഒരു കാര്യണ്ട്. എന്തോന്ന് കാര്യം? ഈ നിർത്തിയിട്ട വണ്ടിയിലാണോടാ നീ ഡ്രൈവിംഗ് പഠിപ്പിക്കണേ? അത് പിന്നെ അച്ഛമ്മക്ക് ഇത് വന്നില്ല. അച്ഛമ്മക്ക് പേടിയാ. അല്ലെ പിന്നെ ഞാൻ അവളെ വഴി കൂടെ ഓടിച്ചിട്ട് പഠിപ്പിച്ചേനെ. അല്ല ഇതന്നെ ഇവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഇവളെ നീ പഠിപ്പിക്കുന്നുണ്ടാ? നീ ഇങ്ങോട്ട് വന്നേ. വാ ചേച്ചിക്കോ ഒരു കഴിവില്ല. ഇവളെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? നീ ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ട. ഞാൻ ഡ്രൈവിംഗ് പഠിക്കണ്ട ചേച്ചിയാണ് തീരുമാനിക്കണം. മാറങ്ങോട്ട്. ഞാനാണ് തീരുമാനിക്കണേ. എന്താ അങ്ങനെ? ഇവനെ എന്റെ ആങ്ങളെയാ. ഇവനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാൻ. വാടാ. എന്റെ പിന്നെ അച്ഛനാണല്ലോ. നീ വാടാ, നീ എന്നെ പഠിപ്പിക്കും. സഞ്ജു എന്റെ റൂമിലെ ഫാൻ ക്ലീൻ ചെയ്യാൻ നീ വന്നേ. ഒന്ന് കൈവിട്ടെ. ഞാൻ ആര് ചേച്ചിയുടെ അടിമയാ പറയുമ്പത്തേനും വന്ന് ഫാനൊക്കെ അങ്ങ് തുടച്ചു തരാൻ? എടാ ഞാൻ നിന്റെ ചേച്ചിയല്ലേ? അതിന് അപ്പൊ ഞാൻ പറയണ നീ കേൾക്കൂല? ഇങ്ങനെ ആജ്ഞാപിച്ചാലേ ഈ സഞ്ജു ആര് പറയുന്ന കേൾക്കൂല. വേണേ ഒന്ന് താണ കണക്ക് പറഞ്ഞു നോക്ക്, ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കാം. നിന്റെ കാല് പിടിക്കണോ നീ? പിടി. കാലു. ഇപ്പൊ സഞ്ജുവിന് വരാൻ സൗകര്യല്ലേ? ഇവളെ ഞാൻ ഇതൊന്ന് പഠിപ്പിക്കട്ടെ. വണ്ടി കയറി. എന്തോ വണ്ടി കയറി. നീ വരില്ല? വരാൻ മനസ്സിൽ. നീ ഇങ്ങോട്ട് വാടാ. അത് പോട്ട് നീരി. അല്ല നീ ഇപ്പൊ എന്തോന്ന് പറഞ്ഞേ? അല്ല എങ്ങോട്ടോ എന്തോ വാടാന്നെന്തോ? പഠിപ്പിക്ക്. ഞാനിപ്പൊ എന്താ പറഞ്ഞത്? സഞ്ജുനോട് ആജ്ഞാപിച്ച സഞ്ജു അല്ലയോ ബഹുമാനപ്പെട്ട സഹോദര, ഒന്ന് വന്ന് പഠിപ്പിക്കാവോ സഹോദരിനെ? സഹോദരി അങ്ങോട്ട് നീങ്ങിരി. ഒരു മണ്ണിനും ചൂണ്ടാൻ കൊള്ളയടുത്ത രണ്ട് പെങ്ങം. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? എന്ത് ചവിട്ടണം? ക്ലച്ച് വിടണം. ക്ലച്ച് അങ്ങോട്ട് വിടാൻ? താഴോട്ട്. വിട്ടോണ്ടിരുന്നു. മയത്തി ചവിട്ടണം, ഫസ്റ്റ് ഇടണം. ആക്സിൽ കൊടുക്കുമ്പോ വണ്ടി എന്ത് ചെയ്യും? ഇടി ആക്സിൽ കൊടുത്താ വണ്ടി എന്തോ ചെയ്യൂടി? വണ്ടി അനങ്ങും. പിന്നെ പിന്നെ പോകെ പോകെ ഗിയറൊക്കെ മാറ്റി ഞാൻ പഠിപ്പിക്കാം. അപ്പൊ നീ ബാക്കി ഇതൊക്കെ ഒന്ന് കാണാപ്പാടും പഠിച്ചോ. ഇവിടെ ഇങ്ങോട്ട് വാ. അതെന്തോ സാധനം? ഇതല്ലേ ആക്സിലറേറ്റർ. ഓക്കെ, നല്ല കാര്യം. പഠിച്ചു, നല്ല കാര്യം. വെരി ഗുഡ്. നീ വണ്ടി ഓടിക്കും. നീ മര്യാദയ്ക്ക് പറഞ്ഞു തരത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. മുന്നിൽ കഴിഞ്ഞ ഉറക്കം തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞു തരാനാ? ഉറക്കം തൂക്കാത്ത രീതിയിൽ പറഞ്ഞു തരണം. എന്നെ കൊണ്ട് ഇരുന്നോണ്ടിരിക്കാനേ കഴിയുള്ളൂ. നീ ചെയ്തോ. ഇവിടെ ആ കാലൊക്കെ വെച്ച് ചവിട്ടി ഇതൊക്കെ നോക്കാം. ഇതൊക്കെ എന്താ സാധനം? ഈ സ്വിച്ച് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നീ പോ. ഞാൻ പഠിച്ചോളാം. ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചോളാം. അതിനെ ഉള്ളൂ. യൂട്യൂബ് നോക്കി പഠിച്ചോ. അന്ന് കറി ഉണ്ടാക്കിയ പോലെ ആയിക്കോളൂ. മാറി.